ഇനി നമുക്ക് നമ്മുടെ കൃഷിസ്ഥലത്ത് വെള്ളീച്ചകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പച്ചക്കറി വിളകളിൽ പ്രത്യേകിച്ച് വഴുതിന, തക്കാളി, മുളകിനങ്ങൾ എന്നിവയിൽ വെള്ളീച്ചയുടെ ആക്രമണം രൂക്ഷമാണ്. നഴ്സറിയിൽ തുടങ്ങി വിളയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇത് ചെടിയെ ആക്രമിക്കുന്നു. ഇലകളിൽ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളും ഈച്ചയും അടിവശത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നതിനാൽ ഇലകൾ കൈകൊണ്ട് ഇളക്കി നോക്കിയാൽ വെള്ളീച്ചകൾ പറക്കുന്നത് കാണാം. മുളകിനെ ബാധിക്കുന്ന ലീഫ് കേൾ എന്ന വൈറസ് രോഗവും വെള്ളീച്ച പരത്തുന്നതാണ്. ജൈവ കൃഷിരീതിയിൽ ഇവയെ നിയന്ത്രിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഒഴിഞ്ഞ ടിന്നിന്റെ പുറം ഭാഗത്ത് മുഴുവൻ മഞ്ഞ പെയിന്റ് അടിച്ച് ഉണക്കിയ ശേഷം അതിന്മേൽ ആവണക്കെണ്ണ പുരട്ടി പച്ചക്കറി തോട്ടത്തിൽ കെട്ടിത്തൂക്കുക. വെള്ളീച്ചകൾ ഇവയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. കടുംമഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റോ കട്ടി കൂടിയ മഞ്ഞ കടലാസോ എടുത്ത് ഇരുവശവും ആവണക്കെണ്ണ പുരട്ടി തോട്ടത്തിൽ കമ്പ് നാട്ടി കടലാസ് വലിച്ചു കെട്ടിയും ഈച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കാം. വളർച്ച പ്രാപിച്ച ചെടികൾക്കിടയിലും നമ്മൾ ചെടി നട്ടിരിക്കുന്ന ഭൂതലത്തിലും വേണം മഞ്ഞക്കിണി സ്ഥാപിക്കാൻ. ആഴ്ചയിലൊരിക്കൽ ഇത് വൃത്തിയാക്കി ആവണക്കെണ്ണ പുരട്ടണം. മാർക്കറ്റിൽ ലഭ്യമാകുന്ന വെർട്ടിസീലിയം ലക്കാനി എന്ന കുമിളിനെ ഉപയോഗിച്ചും വെള്ളീച്ചയെ നിയന്ത്രിക്കാം. വെർട്ടിസീലിയം 3 മുതൽ 5 ഗ്രാം മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടിയിൽ തളിക്കണം. 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ച് 50 മില്ലി വെള്ളത്തിൽ ചേർത്ത് സത്തൂറ്റിയെടുക്കുക. 50 മില്ലി വെള്ളത്തിൽ 5 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിച്ച ലായനിയുമായി കൂട്ടിച്ചേർക്കുക. ഇതിൽ 90 മില്ലി ജലവും 20 മില്ലി വേപ്പെണ്ണയും കൂട്ടിച്ചേർത്ത് നന്നായി ഇളക്കി ചെടികളിൽ തളിക്കാം. വേലിച്ചെടിയുടെ ഇലയും പൂവും കായും സമൂലം 1 കിലോഗ്രാം നന്നായി ചതച്ചരച്ച് 5 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 23 മണിക്കൂർ ചൂടാക്കി 1/3 ഭാഗമാകുമ്പോൾ തണുത്ത ശേഷം 100 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ ഇരുവശത്ത് നന്നായി പതിക്കും വിധം തളിക്കുക. ഇലയ്ക്കടിയിലാണ് കൂടുതൽ ആക്രമണമെന്നതും കൂടുതൽ ആഗിരണശേഷിയുള്ള കോശങ്ങൾ ഇലയ്ക്കടിയിലാണ് ഉള്ളതെന്നുമുള്ള വസ്തുത മനസ്സിലാക്കി അന്തരീക്ഷ താപനില കുറഞ്ഞ വൈകുന്നേരങ്ങളിൽ മാത്രം മരുന്ന് തളിക്കുക.